വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ബലഹീന നടിയനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാനും അത് കേൾക്കുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുകയും ചെയ്യണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങോട് ചേർന്ന് വിശ്വാസത്തിൽ കർത്താവെ വളർന്ന് മുമ്പോട്ട് പോകാൻ അങ്ങ് വഴികൾ തുറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ആ സുവിശേഷം സർവ്വലോകത്തിനും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ സത്യത്തിൽ കേട്ടറിഞ്ഞ ദിവസം മുതൽ അത് നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വളർന്നും കൊണ്ടിരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ ആയിരുന്ന സമയത്ത് കൊളോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നാം ഈ തിരുവചനം ചിന്തിക്കുന്നത്. കാരാഗൃഹത്തിൽ ഏറെ പ്രയാസമായിരുന്ന സാഹചര്യത്തിലും സഭകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എരിവും ആ സഭകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെയുമാണ് ഈ ലേഖനങ്ങൾ എഴുതുവാൻ മുഖാന്തരം ഒരുക്കപ്പെടുന്നത്. കൊളോസ്യ സഭ പൗലോസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭയല്ല. കൊളോസ്യ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ സന്ദർശിച്ചിട്ടുമില്ല. തിരുവചനം നാം വായിക്കുമ്പോൾ നാം 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പഫ്രാസ് ആയിരിക്കാം ഈ സഭ സ്ഥാപിച്ചത് എന്ന് അനുമാനിക്കുന്നു. നമുക്കറിയാം, അന്നത്തെ സാഹചര്യത്തിൽ സഭ എന്ന് പറയുമ്പോൾ ഇന്ന് ഉള്ളതുപോലെ വലിയ ബലങ്ങളോ അല്ലെങ്കിൽ 10,000-കണക്കിന് അംഗങ്ങളുള്ള സഭകളല്ലായിരുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് വീട്ടിലെ സഭ. അപ്പോൾ ഒരു കൊച്ചു സമൂഹമാണെങ്കിൽ പോലും അവർ വിശ്വാസത്തിലേക്ക് വന്ന് അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഒരു സഭയായിട്ട് അന്ന് കണക്കാക്കിയിരുന്നു. അപ്പോൾ ഈ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് അയക്കുമ്പോൾ ശ്രദ്ധേയമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 3-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൊളോസ്യ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് കൊളോസ്യ സഭ അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി ഈ സഭയ്ക്ക് എഴുതുന്ന കത്താണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നാം ഈ തിരുവചനത്തിലെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. നാം വായിച്ചു, ആ സുവിശേഷം സർവ്വലോകത്തിനും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. സുവിശേഷം എന്താണ്? നാം പുതിയ നിയമത്തിൽ 4 പുസ്തകങ്ങൾ സുവിശേഷം എന്ന് വിളിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും, മർക്കോസിൻ്റെ സുവിശേഷവും, ലൂക്കോസിൻ്റെ സുവിശേഷവും, യോഹന്നാൻ്റെ സുവിശേഷവും. ഇത് സുവിശേഷങ്ങൾ. ഈ 4 ബുക്കുകളെ അല്ലെങ്കിൽ 4 പുസ്തകങ്ങളെ സുവിശേഷം എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? ഈ 4 പുസ്തകങ്ങളിലും യേശുവിൻ്റെ ഇതാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, യേശുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. യേശുവിൻ്റെ മൊഴികളാണ് ഈ 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു പഠിപ്പിച്ചതും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതും ഉപദേശങ്ങളൊക്കെയുമാണ് ഈ 4 പുസ്തകങ്ങൾ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 4 പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. ഈ സുവിശേഷമാണ് സകല സൃഷ്ടികളോടും അറിയിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ട് ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്നത്.
വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നത്. ആ സുവിശേഷം അല്ലെങ്കിൽ ആ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്ത് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഭ, കൊലോസ്യ സഭ, അവർക്ക് എഴുതുകയാണ്, അവരോട് പറയുകയാണ്, ആ സുവിശേഷം, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ സത്യത്തിൽ കേട്ടറിഞ്ഞ ദിവസം മുതൽ അത് നിങ്ങളുടെ ഇടയിലെന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വളർന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം യേശുവിനെക്കുറിച്ച് ഉള്ള, യേശു ഏകരക്ഷകനാണെന്നുള്ള, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കിയ ഈ സഭയ്ക്കാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് എഴുതുന്നത്. സുവിശേഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്ന 1 കൊറിന്ത്യൻസ് 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങൾ, ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അവൻ സംസ്കരിക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് ഈ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. എന്നിട്ട് പറയുകയാണ്, അവൻ സംസ്കരിക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുമ്പോൾ. തിരുവെഴുത്തുകൾ പ്രകാരം എന്ന് പറയുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് മശിഹായിലൂടെ, യേശുവിലൂടെ സംഭവിച്ചതൊക്കെയും. ആ യേശുവിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ യേശു ഏകരക്ഷകനാണ് എന്നുള്ള വിശ്വാസമാണ് ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ രക്ഷയിലേക്ക്, നിത്യജീവൻ എന്ന വലിയ അവകാശം അവന് പ്രാപിക്കുവാനുള്ള മുഖാന്തരമായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവന് വേണ്ടി സ്വർഗരാജ്യം നമുക്ക് അവകാശമാകുവാൻ തക്കവണ്ണം പിതാവാം ദൈവം കൽപ്പിച്ചത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൽപ്പിച്ചത് പൂർത്തീകരിക്കുകയാണ് യേശുവിലൂടെ. ആ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ആ നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും എന്ന് ഇവിടെ ഈ സുവിശേഷത്തിൽ നാം വായിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്ന മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ പാപമോചനത്തിനു വേണ്ടി, സ്വർഗരാജ്യം ആ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ആദി മാതാപിതാക്കൾ ചെയ്ത പാപം മൂലം തലമുറകൾക്ക് നഷ്ടപ്പെട്ട ആ സ്വർഗരാജ്യം എന്ന അവകാശം നൽകുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് പിതാവാം ദൈവം അയച്ചു എന്ന് നമ്മോടെ വായിക്കുകയാണ്. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നാം വായിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അപ്പോൾ യേശുവിലൂടെ അല്ലാതെ രക്ഷ, പിതാവിൻ്റെ സന്നിധിയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. 11 നാം വായിക്കുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും മൂലക്കല്ലായി തീർന്ന കല്ല് അവൻ തന്നെ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോൾ യേശുവിൻ്റെ നാമം അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. യേശു ഏകരക്ഷകനാണ്. യേശുവിലൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറയുന്നുണ്ട്.
അപ്പോൾ ഈ സുവിശേഷമാണ് ഈ കൊളോസ്യ സഭയിലുള്ളവർ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സഭയ്ക്ക്, കൊളോസ്യ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അഭിമാനിക്കുവാൻ എന്താണ് കാരണം? നാമൊക്കെയും വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസമുള്ളവരാണ്. നമ്മെക്കുറിച്ച് നമ്മെ നയിക്കുന്നവർ അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ഒരു സാഹചര്യമാണോ എന്ന് പരിശോധിക്കുക. കാരാഗൃഹത്തിലായിരുന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ ഈ കൊളോസ്യ സഭയ്ക്ക് കത്തയക്കുമ്പോൾ അവരെക്കുറിച്ച് നാം 2-ാം വാക്യത്തിൽ, കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, കൊളോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജീവിതം ആ കൊളോസ്യ സഭയിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരായിട്ടുള്ള വിശ്വാസികൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിനെന്താണ് കാരണം? അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 വെർച്യൂസാണ് ഒരു വിശ്വാസി, ക്രൈസ്തവ വിശ്വാസിയായിരിക്കുന്ന ഒരുവനിൽ ഉണ്ടാകേണ്ടത്. 3 കാര്യം എന്താണ്? 1, വിശ്വാസം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസമാണ് ഒരുവനെ ആ വലിയ അനുഗ്രഹത്തിലേക്ക്, അതായത് നിത്യജീവൻ എന്ന അനുഗ്രഹത്തിലേക്ക് അവനെ നയിക്കപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. 9-ാം വാക്യത്തിൽ, 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ രക്ഷ ലഭിച്ചത് മാനവരാശിക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ മരണം മൂലമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് പാപമില്ലാത്തവൻ അവൻ ഒരു ബലിയാടായി തീരുകയാണ്. ആ മരണം, ആ ക്രൂശ് മരണം നമ്മെ രക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണ്. പക്ഷേ ആ വാതിൽ, അതായത് സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഒരു വലിയ മുഖാന്തരം യേശുവിൻ്റെ മരണമുണ്ടാക്കിയെങ്കിൽ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നാം എല്ലാവരും സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ടാകണം? അതാണ് നാം വായിച്ചത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം പരമപ്രധാനമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട കാര്യമാണ്. യേശു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസം, അവനിലൂടെ രക്ഷയുള്ളൂ, നിത്യജീവനുള്ളൂ എന്നുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കപ്പെടുന്നത്. എന്നിട്ട് നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത് നാം ഈ സഭയിൽ കാണുന്ന കാര്യം, അവർക്ക് വിശ്വാസമുള്ള ഒരു സമൂഹമായിരുന്നു, അല്ലെങ്കിൽ സഭാ അംഗങ്ങളായിരുന്നു. നാം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം അത് കാണുകയാണ്. എന്തെന്നാൽ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവരെ കണ്ടിട്ടില്ല, അവിടെ പോയിട്ടില്ല, പക്ഷെ അവരെക്കുറിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അദ്ദേഹം കത്തെഴുതുകയാണ്. എന്തെന്നാൽ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നാം ചിന്തിക്കുക, നാം മനസ്സിലാക്കുക, ആദ്യ നൂറ്റാണ്ടിൽ പീഡനങ്ങളിലൂടെ ആണ് ക്രൈസ്തവർ കടന്നുപോയിരുന്നത്. പ്രത്യേകിച്ച് യഹൂദ വിശ്വാസത്തിൽ നിന്നൊരുവൻ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നാൽ അവൻ്റെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവനെ മാറ്റും. അവന് ലഭിക്കേണ്ട അർഹമായിട്ടൊന്നും അവന് ലഭിക്കുകയില്ല. അങ്ങനെ ഏറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലും യേശുവിനെ വിശ്വസിച്ചു, യേശു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഒരു സമൂഹമായിരുന്നു കൊളോസ്യ സഭയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതുന്നത് എന്തെന്നാൽ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും. അവരുടെ വിശ്വാസം വളരെ വലുതായിരുന്നു. കാരണം ഈ പ്രതിസന്ധികളെ, പീഡനങ്ങളെ അവർക്ക് നേരിടുവാൻ കഴിയുന്നത് അതിന്
അവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകാതെ അവർ മുമ്പോട്ട് പോയത് വിശ്വാസത്തിലേക്ക് നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? യേശു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസമായിരുന്നു. രണ്ടാമത് നാം കാണുകയാണ്, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. സകല വിശുദ്ധന്മാരോടും. ആരാണ് വിശുദ്ധന്മാർ? ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തോട് ഉള്ള അവരുടെ സ്നേഹം, അവർക്ക് വേണ്ടി കരുതുന്ന ആ ഒരു വലിയ സ്നേഹം ഈ സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ വെർച്യു അല്ലെങ്കിൽ അവരുടെ ഗുണം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഒന്ന് വിശ്വാസം, രണ്ട് സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? അവരെ പോലെ വിശ്വാസത്തിലേക്ക് വന്ന പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കരുതുവാനും കഴിയുന്ന ഒരു പ്രവർത്തനം അവരിലുണ്ടായിരുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് പ്രകടമാക്കുന്ന കാര്യമല്ല, പിന്നെയോ അവരുടെ പ്രവൃത്തിയിലൂടെ അവർ അത് പ്രകടമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വായിക്കുന്ന സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. അവരോടുള്ള സ്നേഹം എങ്ങനെയാണ് അവർ പ്രകടിച്ചിരുന്നത്? ആ കഷ്ടതയിലായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന വിശുദ്ധന്മാരായ, അതായത് വിശുദ്ധ ജീവിതം നയിക്കുന്ന അവരോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പ്രകീർത്തിച്ച് ഈ കത്ത് അവർക്ക് അയക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വിശ്വാസത്തിലേക്ക് വന്നവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അവരെ നാം രണ്ടാമത്തെ വാക്യത്തിൽ വെച്ച് കൊളോസ്യയിലുള്ള വിശുദ്ധന്മാർ, അവർ വിശുദ്ധന്മാരെ, അതായത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്ന ഓരോ വ്യക്തിയിലും ഉണ്ടാവുകയാണ്. അവരുടെ ജീവിതം വിശുദ്ധ ജീവിതമായിട്ട് മാറുകയാണ്. അവരുടെ പ്രവൃത്തികൾ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി വിശുദ്ധ പദവിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ തൊക്കണം കഴിയുകയാണ്. നാമൊക്കെയും വിശ്വാസത്തിൽ അല്ലെങ്കിൽ കർത്താവിനെ ഏകരക്ഷകനെന്ന് വിശ്വസിക്കുന്നവരാകാം. പക്ഷേ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് പറയുവാൻ കഴിയും? നാം വിശുദ്ധരാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും അതിനെ സ്വാധീകരിക്കുന്നതായിരിക്കണം. അങ്ങനെ എത്ര പേർക്ക് നമ്മെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം കഴിയും? എന്നാൽ ആദിമസഭയിൽ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോഴത് വിശ്വാസ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ്. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ തെറ്റുകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം. പക്ഷേ അവയെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു പ്രക്രിയയിലൂടെയാണ് ക്രൈസ്തവർ ഓരോരുത്തരും കടന്നു പോകേണ്ടത്. എത്രത്തോളം ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നാം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അനുതാപം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്? നമ്മുടെ ചെയ്തു പോയ കുറവുകളെക്കുറിച്ച്, നാം പറഞ്ഞുപോയ വാക്കുകളെക്കുറിച്ച്, നാം മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനെക്കുറിച്ചൊക്കെയും അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് സമസൃഷ്ടികളോട് നിരപ്പ് പ്രാപിച്ച് നാം ആ അനുതാപം ജീവിതത്തിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ തക്കവണ്ണം, വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം അത് മുഖാന്തരം ഒരുക്കപ്പെടുന്നത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിലായ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കണം? അവൻ പുതിയ സൃഷ്ടിയായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം അവൻ. കാരണം അവൻ വിശുദ്ധ പദവിയിലേക്ക് വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് വരുവാനായി വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടാവണം. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പരിച്ഛേദന എന്നുള്ളത് യഹൂദന്മാർക്ക് ബാഹ്യമായ ഒരു അടയാളമായി ദൈവം തന്നെ കൽപ്പിച്ച് നൽകിയതായിരുന്നുവെങ്കിൽ, വിശ്വാസത്തിലേക്ക് വന്നവർ അവർക്ക് പരിച്ഛേദന ഏൽക്കേണ്ടത് ഹൃദയത്തിനാണെന്ന് തിരുവചനത്തിൽ നാം പഠിക്കുകയാണ്. ഹൃദയത്തിലെ പരിച്ഛേദന എന്ന് പറയുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന, പുതിയ ഹൃദയത്തിനുടമയായിത്തീരുന്ന ഒരു അവസ്ഥയാണ് ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകുന്ന ഒരവസ്ഥ.
അങ്ങനെയുള്ള വ്യക്തിയുടെ വാക്കുകൾക്ക്, സംസാരങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, ദർശനങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് ഒക്കെയും ഒരു വലിയ മാറ്റം ഉണ്ടാകും. അതാണ് നാം കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഇവൻ ക്രിസ്തുവിലായവനാണ്, ഇവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ളതാണ്. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ദർശനങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒക്കെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് നാം ഈ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അഭിമാനിക്കുന്ന മറ്റൊരു വെർച്യു നാം 5-ാം വാക്യത്തിൽ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് തന്നെ കേട്ടിരിക്കുന്നതും സ്വർഗത്തിൽ നിങ്ങൾക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമായ പ്രത്യാശ നിമിത്തമാണ്. അവരുടെ ജീവിതത്തിലൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവിലായ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഒരു വലിയ കാര്യമാണ്, മൂന്നാമത്തെ വെർച്യുവാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുമ്പോൾ അത് ആശയല്ല, പിന്നെയോ ഈ ലോക ജീവിതമല്ല, ഇതിനപ്പുറമായൊരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതം, ആ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് പ്രത്യാശയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ ഒക്കെയും കടന്നു വരുമ്പോൾ അവൻ തളർന്നു പോകുകയില്ല. കാരണം ഈ ലോക ജീവിതം എന്നുള്ളത് ഹ്രസ്വമാണ്, ഇതിവിടെ കൊണ്ട് നിൽക്കുന്നതല്ല, ഇതിനപ്പുറമായൊരു ജീവിതമുണ്ട്. അതായിരിക്കണം അവൻ്റെ പ്രത്യാശ. ഇതിനപ്പുറമായ ഒരു ജീവിതം, യേശുവിനോട് കൂടെ ഒരിക്കൽ കാണപ്പെടേണ്ട ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും പിതാവാം ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ മരണം മൂലം നിത്യജീവൻ എന്ന് പറയുന്ന ആ വലിയ സൗഭാഗ്യം അതാണ് പ്രത്യാശയുള്ള ഒരു ക്രൈസ്തവനിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ മരണങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ ഒക്കെ ഈ ലോകത്ത് നിന്ന് നീക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളുമായിരിക്കരുത്. അവൻ്റെ പ്രത്യാശ ഇതിനപ്പുറമായൊരു ലോകമുണ്ട്, ഇതിനപ്പുറമായൊരു ജീവിതമുണ്ട്, അത് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മെ തളർത്തുകയില്ല. ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും അവയെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കും. കാരണം പ്രത്യാശയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശ ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും പിശാചാണ്. പിശാച് എന്താണ്? പലപ്പോഴും നമുക്ക് സംശയങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ഒക്കെയും പലപ്പോഴും അവൻ പ്രവർത്തിക്കും. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തി നിരാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇത് നിനക്ക് ലഭിച്ചില്ലല്ലോ, ഇത് നിനക്ക് സാധ്യമല്ല, നിനക്ക് കഴിവുകളില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെയും ഉള്ള ശബ്ദം പലപ്പോഴും ആ പിശാച് മറ്റുള്ളവരിലൂടെ നമ്മുടെ കണ്ണുകളിൽ മുഴങ്ങുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരം ഒരുക്കപ്പെടും. അപ്പോൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും, നിരാശരായിത്തീരും. നിരാശ വന്നാൽ പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുകയില്ല. അവൻ്റെ ജീവിതത്തിൽ ആ സന്തോഷം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ യേശു നൽകുന്ന സമാധാനം നിത്യമായി നിലനിൽക്കുന്ന സമാധാനമാണ്. കഷ്ടങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും തളർന്നു പോകാതെ, മടുത്തു പോകാതെ, പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാൻ തക്കോണം ആ വ്യക്തിക്ക് കഴിയും എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഈ സഭ, കൊളോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഗുണങ്ങൾ, 3 വെർച്യൂസ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒന്ന്, അവർക്ക് അവരുടെ വിശ്വാസം. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, എല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വിശ്വാസത്തിലേക്ക് വന്നതുമൂലം അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാകാം. എങ്കിലും അവിടെ അവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെടാതെ ആ കേട്ട ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ആ സുവിശേഷം അവരെ ബലപ്പെടുത്തുകയാണ്. ആ സുവിശേഷം അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. അതാണ് നാം 6-ാം വാക്യത്തിൻ്റെ അവസാനം നാം വായിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം വായിക്കണം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ
ദൈവകൃപ സത്യത്തിൽ കേട്ടറിഞ്ഞ ദിവസം മുതൽ അത് നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വ ലോകത്തിലും ഫലം കായ്ച്ചും വളർന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം സ്വീകരിച്ച, സുവിശേഷം കേട്ട, ക്രിസ്തുവിൽ വിശ്വസിച്ച, ദൈവകൃപ മനസ്സിലാക്കിയ ഈ കൊളോസ്യ സഭയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളവിടെ കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് ഫലം കായ്ച്ച് നിൽക്കുകയല്ല, പിന്നെയോ അത് വളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം ഗലേഷ്യ ലേഖനം, ഗലേത്യർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 22-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവ ആകുന്നു. അപ്പോൾ ഫലങ്ങളെക്കുറിച്ച് നമ്മുടെ വായിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലം, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് ഇതൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? ഒന്ന്, സ്നേഹം. ഇത് നാം ഈ സഭയിൽ നാം കണ്ടു. അവർക്ക് വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് നാം വായിച്ചു. സ്നേഹം, സന്തോഷം. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളൊരു സാഹചര്യത്തിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടായിരുന്നു. കാരണം യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. യേശു ഏകരക്ഷകനെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് അവർ വന്നിരിക്കുകയാണ്. സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനം ആവശ്യമായിരിക്കേണ്ടത് എപ്പോഴാണ്? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, നമ്മെ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകണം? സമാധാനം. ഈ ദൈവത്തിലുള്ള ആ വലിയ സമാധാനം. ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ഇതൊക്കെയും ഈ സഭയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇവരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയണം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വ ലോകത്തിലും ഫലം കായ്ച്ചും വളർന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലൊരു വളർച്ച ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണണം. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ആത്മീയ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു വളർച്ചയുണ്ട് എന്ന്? വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആണോ നാം മുമ്പോട്ട് പോകുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്തുമ്പോൾ, വിശുദ്ധരായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമ്പോഴാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കേട്ട വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ വിശ്വാസവും സ്നേഹവും അതോടൊപ്പം തന്നെ പ്രത്യാശയുമുള്ളവരായി മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.